സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും മുൻഗണന നൽകി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 28,76,59,996 രൂപ വരവും 28,11,04,925 രൂപ ചിലവും 65,55,071 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. മുൻവർഷം കണ്ടെത്തുന്നത് 1,70,84,196 രൂപ. ഈ വർഷത്തെ വരവാണ് വായിക്കുന്നത്. നികുതി വരുമാനം 92,40,000. നികുതിയേതര വരുമാനം, വാടക, ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് മുതലായവ 75,46,800. ആകെ തനത് വരുമാനം 1,67,86,800 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് 2,03,90,95,000. ആകെ വരവ് 3,71,81,800. പദ്ധതിക്കുള്ള വരവ് വികസന ഫണ്ട് ജനറൽ 2,18,33,000. വികസന ഫണ്ട് SCP 1,13,89,000. ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ടൈഡ് 55,18,000. ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അൺടൈഡ് 36,78,000. മെയിൻ്റനൻസ് റോഡ് മെയിൻ്റനൻസ് 63,28,000. നോൺ റോഡ് മെയിൻ്റനൻസ് 32,48,000. ആകെ പദ്ധതിക്കുള്ള വരവ് 5,90,94,000. ലൈഫ് ഭവന പദ്ധതിക്ക് 3,35,44,200 രൂപയും ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് 1,48,05,750 രൂപയും കാർഷിക മേഖലയ്ക്ക് 38,89,875 രൂപയും ആരോഗ്യ മേഖലയ്ക്ക് 48,80,000 രൂപയും കുടിവെള്ളത്തിന് 28,60,000 രൂപയും അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് 2,70,83,000 രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 43,98,000 രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ആമുഖ പ്രസംഗം നടത്തി. 95-ൽ ആരംഭിച്ചിട്ടുള്ള ജനകീയ ആസൂത്രണ പ്രസ്ഥാനം 28 വർഷം പിന്നിടുമ്പോൾ അധികാരം ജനതയ്ക്ക്, അപ്പോൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ നമ്മുടെ പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ പങ്കാളിത്തം നൽകിക്കൊണ്ടും നമ്മുടെ ബഡ്ജറ്റ് വിഹിതത്തിൻ്റെ 1/3 സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ടും പ്രാവർത്തികമാക്കി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നേട്ടം നമ്മളെ കേരളത്തിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയും നമുക്കറിയാം. ഉൽപ്പാദന മേഖല, സേവന മേഖല, പാശ്ചാത്തല മേഖല എന്ന 3 മേഖലകളായി തിരിച്ചുകൊണ്ട് അതിനകത്ത് വരുന്ന വിവിധങ്ങളായിട്ടുള്ള വനിതകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മുടെ ജനകീയാസൂത്രണ ശേഷമുള്ള പദ്ധതികളെല്ലാം. അത് അതേ അർത്ഥത്തിൽ തന്നെയാണ് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തും 3 ബഡ്ജറ്റിൽ കൂടി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റ് ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു. Hi, my name is Rakesh. My name is Neil. We are the parents of Rachel. It's from PTA at Holiday and Memory. The moment she comes back to her home from the school, she picks up her books. She comes to us, Mommy, Daddy, I want to write. I want to learn. I want to do it right now. This change makes us really happy. I think it's heartworthy to watch the improvement in their cognitive, fine motor, gross motor skills by this wonderful addition of this carpet time and circle time in their education system. And they are also giving equal importance to the extracurricular activities like swimming, horse riding, and skating, etc. So all these activities promote physical health and skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.